ഈത്തപ്പഴം വെച്ചിട്ട് നല്ലൊരു ഈത്തപ്പഴം പൊരിച്ച ഉണ്ടാക്കിയാലോ? ഈത്തപ്പഴത്തിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് അതിനൊന്ന് സ്മാഷ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് കൂട്ടുണ്ടാക്കിയെടുക്കണം മാവിനുള്ളത്. ആദ്യം കുറച്ച് മൈദ എടുത്ത് അതിലേക്കൊരു മുട്ട പൊട്ടിച്ചൊഴിക്കുക. അതിലേക്ക് 2 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു നുള്ള് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൈ വെച്ച് നല്ലോണം അതിനെ കുഴച്ചെടുക്കണം. ഭയങ്കര ലൂസ് കൺസിസ്റ്റൻസി ആക്കാൻ പാടില്ല. ഇതുപോലെ ഒരു തിക്ക് കൺസിസ്റ്റൻസി ആക്കി എടുക്കണം. എന്നിട്ട് നമ്മൾ ഈ സ്മാഷ് ചെയ്ത് വെച്ച ഈത്തപ്പഴത്തിനേയും കൂടി ഇട്ട് അതിനെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. എന്നിട്ട് തിളക്കുന്ന എണ്ണയിൽ നമ്മൾ കൈ വെച്ച് ഓരോ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കണം. കൈ വെച്ചിടാൻ പേടിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പൂൺ വെച്ചിട്ട് ഓരോ ബോൾസ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിനെ ഒന്ന് ഒരു സൈഡ് ഒന്ന് വെന്തെന്ന് കാണുന്ന സമയത്ത് നമ്മൾ അതിനെ നേരെ ഒന്ന് മറച്ചിട്ടിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഇതിനെ കുക്ക് ചെയ്തെടുക്കണം. ഈ ഓയിലിൽ ഇതിങ്ങനെ മുരിഞ്ഞ് വരുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലും നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾ ഇന്നത്തെ നോമ്പ് തുറക്കുള്ള സ്പെഷ്യൽ ഇത് തന്നെ ആയിക്കോട്ടെ. സോ ബായ്.